നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണവീഴ്ചയെ തുടർന്ന് ഒരു ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷന്റെ പള്ളിത്തുറ വാർഡിൽ തെരുവ് നായ കുറുകെ ചാടി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന VSSCയിലെ ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള അതുലിന് ജീവൻ നഷ്ടപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയല്ല. കൊടിയ അനാസ്ഥ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് തെരുവുനായ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിരുന്നു. തെരുവ് നായകളെയെല്ലാം മാറ്റാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധികാര കേന്ദ്രങ്ങൾക്ക് നൽകി. പക്ഷേ കോർപ്പറേഷൻ അനങ്ങിയിട്ടില്ല. ഈ ഒരു സംഭവം കോർപ്പറേഷന്റെ പള്ളിത്തുറ വാർഡിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പള്ളിത്തുറ കൗൺസിലറുടെ തലയിൽ വെച്ചിട്ട് ഭരണസമിതി തലയൂരാനായിരിക്കും പരിശ്രമിക്കുന്നത്. കാര്യം ഇത്രയും കാലം എന്തുണ്ടായിരുന്നാലും കോർപ്പറേഷന്റെ തലയിലാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് സ്വദേശിയാണ്. VSSCയിൽ ഗവേഷണ വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തൊട്ടടുത്തുള്ള തുമ്പയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി സ്റ്റേഷൻ കടവിൽ നിന്ന് അമ്മയുമൊത്ത് 2 വീലറിൽ വരുന്ന സന്ദർഭത്തിലാണ് തെരുവ് നായ കുറുകെ ചാടിയത്. കുറുകെ ചാടി അതിന്റെ ദേഹത്തിടിച്ച് റോഡിലേക്ക് വീണ ചെറുപ്പക്കാരന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം കിംസ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. അമ്മ അത്യന്തം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ആര് ഈ മരണത്തിന് ഉത്തരവാദിത്വം പറയും? കോർപ്പറേഷൻ കൈമലർത്തി കാണിക്കുന്നതിനപ്പുറം ഈ ദൃശ്യം കൂടി കാണും. ആ പ്രദേശത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുമ്പോൾ തെരുവ് നായകൾ എങ്ങനെയാണ് വാഹനങ്ങൾക്ക് നേരെ ഓടിയെടുക്കുന്നതെന്നുള്ള ദൃശ്യമാണ്. അമ്മ പോമ്മ ഫോൺ ചെയ്യമ്മ. അതിൻ്റെ അകത്തൊന്നും നിൽക്കണോ? ഭയങ്കര ക്ഷമ തരുമല്ല. കണ്ടില്ലേ? എന്ത് ചൂണ്ടിക്കാട്ടിയാലും ഉടനടി കോർപ്പറേഷന്റെ ഒരു മേയർ പറയുന്നത് അയ്യോ ഇത് ഞങ്ങളല്ല, നഗരത്തിൽ വെള്ളം പൊന്തി അത് ഞങ്ങളല്ല, PWDക്കാരാണ്. നഗരത്തിൽ കുടിവെള്ളം മുട്ടി അയ്യോ അത് ഞങ്ങളല്ല, അത് വാട്ടർ അതോറിറ്റിയാണ്. ആറ്റുകാൽ പൊങ്കാല കുളമാക്കി അയ്യോ അത് ഞങ്ങളല്ല, ട്രസ്റ്റാണ്. ഇങ്ങനെ എന്തിനും ഏതിനും മറ്റുള്ളവരുടെ തലയിൽ പഴിചാരിക്കൊണ്ട് ഇപ്പോൾ ഒരു ജീവൻ കൂടി പൊലിയുമ്പോൾ നിങ്ങൾ ആരുടെ തലയിൽ വയ്ക്കും? MLA V മുരളീധരനാണ്. നഗരസഭ ഭരിക്കുന്നത് ഇപ്പോൾ BJP ആണ്. മേയർ VV രാജേഷാണ്. ഈ ജീവന് ആര് ഉത്തരവാദിത്വം പറയും? കോർപ്പറേഷൻ കൃത്യസമയത്ത് തെരുവ് നായകളെ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാനോ മാറ്റാനോ ഇടപെടൽ നടത്തുമെന്ന് വാഗ്ദാനം കൊടുത്തതിന് ശേഷം ആ വിഷയത്തിലൊക്കെ അധികാരം കിട്ടിയതിന് ശേഷം ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. തുടക്കത്തിൽ വന്നിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നഗരത്തിലെ കുറച്ച് തെരുവ് നായകളെ പിടിച്ചുകൊണ്ടുവന്ന് പഞ്ചായത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുവന്ന് തള്ളിക്കൊടുത്തു. പോരാത്തതിന് ഒരു പോലീസുകാരിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നായയെ മാറ്റി നിർത്തിയാൽ തെരുവ് നായകൾ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങൾ വരുമ്പോൾ കോർപ്പറേഷനെ വിമർശിക്കാതെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഈ മൗനം അവലംബിച്ചുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന പിന്തുണ നാട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുലിന്റെ ജീവന് ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദി? തെരുവ് നായ കുറുകെ ചാടി അതിനെ ഇടിച്ച് ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ ഇത് ഇപ്പോൾ ഇതിന്റെ താഴെ വന്ന് വിമർശിക്കാൻ പോകുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ ഏതെങ്കിലും അംഗമാണെങ്കിൽ ചിലപ്പോൾ പൊള്ളും. അതിലൊന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഏതോ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും പറ്റില്ല. 3 ദിവസമേ ആയുള്ളൂ, ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന് ചോദിക്കാൻ പോകുന്നവർ 7ാമത്തെ മാസത്തിലേക്ക് ഭരണസമിതി കടക്കുകയാണ്. ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് അധികാരം കിട്ടിയതിന് ശേഷം ഒരു ഇവന്റ് വന്നാൽ, അതിപ്പോൾ മഴ ആയിക്കോട്ടെ, ആറ്റുകാൽ പൊങ്കാല ആയിക്കോട്ടെ, മറ്റെന്ത് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വേനൽ വന്നോട്ടെ, ആ സന്ദർഭത്തിൽ എല്ലാത്തിലും നിങ്ങൾ പരാജയമാണ്. ഇപ്പോൾ തെരുവുനായ വിഷയത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചാലും ആ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? കോർപ്പറേഷൻ ഭരണസമിതിയാണ്. നിസ്സംശയം പറയാം. ആ നാട്ടിലെ അല്ലെങ്കിൽ അവിടുത്തെ തെരുവ് നായകളുടെ ദൃശ്യം ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനോടകം പോയി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? പലകുറി പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല. ഒരു അനങ്ങാപ്പാറ നയം. അധികാരം കിട്ടിയില്ലേ, ആഘോഷങ്ങളും അല്ലെങ്കിൽ വീഡിയോ ക്യാമറ ഷൂട്ടുകളും മാത്രം തകൃതിയിൽ നടക്കുന്നുണ്ട്. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും കോർപ്പറേഷൻ ഇടപെടാൻ പറ്റുന്നില്ല. അത്യന്തം പരാജയമാണ് ഭരണസമിതി എന്നതിന്റെ തെളിവ് കൂടിയാണ് ഒരു ജീവനെ തെരുവ് നായ കാരണം നഷ്ടപ്പെടേണ്ട സാഹചര്യം ഒരുക്കിയതെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. അവസാനിപ്പിച്ചേ തീരൂ ഈ അലംഭാവമെന്ന് വളരെ കൃത്യമായിട്ട് ഭരണസമിതി ഓർപ്പിക്കുന്നുണ്ട്. പല വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ, ജനങ്ങൾക്ക് സ്വന്തം ബന്ധുക്കളെയും മക്കളെയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും നിങ്ങൾ നിസ്സംഗമായിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും രക്ഷപ്പെടാമെന്ന് കരുതരുതെന്ന്
വീണ്ടും വീണ്ടും ഭരണസമിതിയെ ഓർമ്മിപ്പിക്കുകയാണ്.